സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടി നഗരസഭാ ഭരണത്തിനെതിരെ നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ CPMന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം. പുറത്ത് ഗേറ്റ് പൂട്ടി സമരം ആരംഭിച്ചതോടെ കൊണ്ടോട്ടി ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ വാഹനം അകത്ത് കുടുങ്ങി. വിദ്യാലയത്തിലേക്ക് പോകാൻ വാഹനം കാത്തുനിന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പലയിടങ്ങളിലായി പ്രയാസത്തിലായി. പോലീസുകാർ പറഞ്ഞെന്താണ്, നിങ്ങളിത് സംസാരിക്കൽ സമരം കഴിയാതെ ഒന്നും തീരുമാനമാക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അല്ലാതെ നമുക്ക് എന്താണ്ടാ അത് സമരം കഴിഞ്ഞോട്ട പ്രശ്നമില്ല. നമ്മളെ കുട്ടികൾ എന്ത് പേച്ചു, ഓരോ രക്ഷിതാക്കളും നമ്മളെ വീട്ടിൽ നിന്ന് ഈ കുട്ടികളെ എടുത്ത് വരില്ലേ. ഇപ്പം ഞാനിതാക്കണം, എൻ്റെ മോനായിട്ട് വന്നിട്ടാണ് ഈ മുനിസിപ്പാലിറ്റിൻ്റെ ഇതിൽ ഞാൻ നിൽക്കുന്നത്. അവിടുന്നാണ് ഞാൻ ഈ സംസാരിക്കണത്. എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളെ കാര്യമാണ്. സാധാരണ കുട്ടികളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഓരോട് വീട്ടിൽ പോരാൻ പറഞ്ഞാൽ കേൾക്കും. പക്ഷെ ഇവരെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഓർക്ക് സ്കൂൾക്ക് നിർബന്ധമായിട്ട് പോകുക തന്നെ വേണം. അപ്പോൾ ഇതിന് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതേസമയം ഉപരോധം അറിയിച്ച് നേരത്തെ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും നഗരസഭയുടെ ശ്രദ്ധക്കുറവാണ് പ്രശ്നത്തിന് കാരണമെന്നും CPM പ്രവർത്തകർ വിശദീകരിച്ചു. ബഡ്സ് സ്കൂളിന്റെ ഒരു വാഹനം കേടാണ്. അത് നഗരസഭാ കാര്യാലയത്തിന് പുറത്ത് കിടക്കുന്നുണ്ട്. ദിവസവും ഓടുന്ന വാഹനമാണ് അകത്ത് കുടുങ്ങിയത്. നഗരസഭയെ തകർക്കുന്ന UDF ജനദ്രോഹ ദുർഭരണത്തിനെതിരെ CPIM കൊണ്ടോട്ടി മുനിസിപ്പൽ കമ്മിറ്റി ഇന്ന് നഗരസഭ ഉപരോധിക്കുകയാണ്. കൊണ്ടോട്ടി നഗരസഭയിലെ UDFന്റെ ജനദ്രോഹ ദുർഭരണം തടയാൻ CPIM കൊണ്ടോട്ടി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉപരോധ സമരത്തിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഇതുമൂലം വിദ്യാർത്ഥികൾ പ്രയാസത്തിലായെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ചൂണ്ടിക്കാട്ടി. 8 മണിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ ഡ്രൈവർ സ്കൂളിൽ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ എത്തലുണ്ട് വണ്ടി എടുക്കാൻ. മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ വണ്ടി സ്ഥിരം വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വെക്കലുണ്ട്. വെച്ചതിന് ശേഷം ഇന്ന് നമ്മൾ അറിഞ്ഞിട്ട് ഇന്നലെ ഇതേപോലെ വണ്ടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാവിലെ വണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ വണ്ടി പിന്നെ സ്റ്റാർട്ടാകണില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഓരോ രക്ഷിതാക്കളും പിന്നെ ഈ ഭിന്നശേഷിയുള്ള കുട്ടിയാണ്. അതാണ് വല്ലാത്ത വിഷമം. എന്താ വെച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം, മുനിസിപ്പാലിറ്റി സമരക്കാരും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മളെ ഭിന്നശേഷിയുള്ള കുട്ടികളാണ്. ഈ സുഖമില്ലാത്ത മക്കളെ റോഡിൻ്റെ നേരെ നമ്മൾ എത്ര നേരം വെച്ചാണ് നമ്മൾ നിർത്തുക? അതിനൊരു പരിധിയില്ലേ. പക്ഷേ രക്ഷിതാക്കൾ അറിയണില്ല ഈ കാര്യങ്ങളൊന്നും. ഇപ്പം ഇന്ന് എനിക്ക് ഇതേപോലെ 8:45 സമയത്താണ് എനിക്ക് വിളിക്കുന്നത്. ടീച്ചർ വിളിച്ചിട്ട് ബസ്സിൻ്റെ പ്രശ്നം എങ്ങനെയാണ്, ബസ് എടുക്കാൻ കഴിയണില്ല, അവിടെ സമരക്കാരുണ്ട് എന്നുള്ളത്. പക്ഷേ സമരം ചെയ്തോട്ടെ, നമുക്ക് പ്രശ്നമില്ല. സമരം എന്ത് വേണമെങ്കിലും മുനിസിപ്പാലിറ്റി നടന്നോട്ടെ. പക്ഷേ ഇത് നമ്മൾ ഭിന്നശേഷിയുള്ള കുട്ടികൾ എന്ത് പേച്ചു, ഇതിൽ ഈ രക്ഷിതാക്കൾ എന്ത് പേച്ചു? അപ്പോൾ എന്ത് ഒരു കാര്യത്തിനാണെങ്കിലും നമ്മളെ ഈ ഭിന്നശേഷി കുട്ടികളെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യമില്ല. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു തീരുമാനം നിർബന്ധമായിട്ടും എടുക്കേണ്ടത് തന്നെയാണ്. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഇതേപോലെ ഇപ്പോൾ വണ്ടിൻ്റെ കാര്യമായിട്ടും നമ്മളിപ്പോൾ പിന്നെ ഒരു വണ്ടി ഇപ്പോൾ നിർത്തിയിട്ട് ഇനിയിപ്പോൾ ഒരു വണ്ടി 2 ട്രിപ്പ് ഓടിക്കൊണ്ടാണ് നമ്മളെ പിന്നെ സ്കൂളിൽ ഇപ്പോൾ വരുന്നത് കുട്ടികളെ. എന്നിട്ട് തന്നെ ചില ഭാഗത്തുള്ള കുട്ടികളെ വണ്ടി എടുക്കാൻ കഴിയണില്ല. മുനിസിപ്പാലിറ്റിയോട് നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ പിന്നെ ഇതിന് പകരം വേറെ വണ്ടി വാടകയ്ക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു സജ്ജീകരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതൊരു പേപ്പറൊക്കെ റെഡി ആയിട്ട് ചെയ്യാമെന്നും സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇനി നമ്മളെ പിന്നെ ബഡ്സിൽ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതേസമയം പ്രതിസന്ധിക്ക് കാരണമായത് നഗരസഭയുടെ നിലപാടാണെന്ന് പ്രസംഗത്തിനിടെ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സമരത്തിന്റെ കാര്യം പറഞ്ഞ നഗരസഭയിലും പോലീസിലും നോട്ടീസ് നൽകിയിട്ട് ദിവസങ്ങളായെന്നും ഉപരോധ ദിവസം എന്തിനാ ഈ വാഹനം ഇവിടെ കയറ്റിയിട്ടുവെന്നും മുൻ കൗൺസിലർ കൂടിയായ P. അബ്ദുറഹ്മാൻ സമരത്തിലെ പ്രസംഗത്തിനിടെ ചോദിച്ചു. ഈ ബഡ്സ് സ്കൂളിന്റെ വണ്ടി ഇവിടെ കിടക്കാൻ കാരണം സമരം ഇന്ന് കൊടുത്തല്ലോ നോട്ടീസ്. സമരത്തിന് നോട്ടീസ് പോലീസിലും നഗരസഭയിൽ നോട്ടീസ് കൊടുത്തിട്ട് ദിവസങ്ങളായി, ആഴ്ചകളായി. അന്നൊന്നുമില്ലാത്ത ഈ ബസ് സ്കൂളിന്റെ വാഹനം എന്തിനിവിടെ കയറ്റിട്ടു? ഒരു വണ്ടിയുടെ കിടക്കുന്ന പോലെ കണ്ട് ബസ് നമ്മളെല്ലാം വാങ്ങിയ മതേതര മുന്നിൽ വാങ്ങിയ ആ വണ്ടിയിൽ കൊണ്ടാൻ വെച്ചാൽ എന്താ വണ്ടി കേടാൻ നന്നാക്കാൻ എല്ലാ വർക്ക്ഷോപ്പുകളിലും പൈസ കൊടുക്കാനാണ്. എല്ലാ വർക്ക്ഷോപ്പുകളിലും പൈസ കൊടുക്കാൻ വണ്ടി നന്നാക്കാൻ കഴിയില്ല. അവിടെ കിടക്കുന്ന വണ്ടി ഈ രീതിയിലാണ് പ്രിയമുള്ളവരെ പോക്ക്. അപ്പൊ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജ്യത്തെ ജനങ്ങൾ അറിയണം. UDF ജനദ്രോഹ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി CPM നടത്തിയ ഉപരോധം ഏരിയ സെക്രട്ടറി PK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ കൂമ്പാരമായി മാറിയ കൊണ്ടോട്ടിയെ മാലിന്യമുക്തമാക്കുക, മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുക, സംസ്ഥാന സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 108 കോടി രൂപയുടെ ചീക്കോട് ശുദ്ധജല പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കുക, ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, താലൂക്ക് ആശുപത്രി വികസനത്തിലെ തടസ്സങ്ങൾ പരിഹരിച്ച് ആശുപത്രി വികസനം യാഥാർത്ഥ്യമാക്കുക, താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വാഹനം അകത്തു കുടുങ്ങിയ വിഷയം ചർച്ചയായതോടെ പോലീസ് ഇടപെട്ടു. 10:30 ബഡ്സ് സ്കൂളിന്റെ വാഹനം വിട്ടുകൊടുത്തു. എയർ 1 ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ.
നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.